ദശകങ്ങളോളം ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ നെടുംതൂണായിരുന്നു ആയത്തുള്ള അലി ഖമേനി. എല്ലാ അധികാരങ്ങളും ആ ഒരൊറ്റ മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ മകൻ മുജ്തബ ഖമേനി എവിടെയാണ്? ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ നിശബ്ദനായി ഇരുന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഇറാന്റെ അധികാരം യഥാർത്ഥത്തിൽ ആരോടെങ്കിലും ചോദിച്ചാണോ തീരുമാനിക്കപ്പെടുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇറാൻ ഭരണകൂടത്തെ പരിഹസിക്കുമ്പോൾ ടെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഒരു സിനിമയിലെ സസ്പെൻസ് പോലെ ഇറാന്റെ ഭരണം ഇപ്പോൾ ഒരു വലിയ നിഗൂഢതയായി തന്നെ മാറിയിരിക്കുകയാണ്. അലി ഖമേനി ജീവിച്ചിരുന്നപ്പോൾ ഇറാന്റെ ഓരോ ചലനവും അദ്ദേഹത്തിന്റെ അറിവോടെയായിരുന്നു. പ്രസംഗങ്ങളിലൂടെയും പരസ്യമായ ഇടപെടലുകളിലൂടെയും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. എന്നാൽ മകൻ മുജ്തബ ഖമേനി മാർച്ച് മാസത്തിൽ അധികാരമേറ്റ ശേഷം ഇതുവരെ പരസ്യമായി ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ നിശബ്ദത വെറും ഒരു പ്രതീകാത്മകതയല്ല, മറിച്ച് അതൊരു വലിയ തന്ത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ആധുനിക ഇറാന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അദൃശ്യ ഭരണം ഇതാദ്യമായാണ്. ഈ ശൂന്യതയിലേക്ക് അധികാരം എങ്ങനെ ഒഴുകിയെത്തുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം. ഇറാന്റെ പുതിയ ഭരണ സംവിധാനത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സംഘം സൈനിക ഉദ്യോഗസ്ഥരാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സൈനിക ശക്തി ഇന്ന് ഇറാന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും ഗതി നിയന്ത്രിക്കുകയാണ്. വെറുമൊരു സൈനിക വിഭാഗം എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ യന്ത്രമായി IRGC മാറിയിരിക്കുകയാണ്. അഹമ്മദ് വാഹിദി, മുഹമ്മദ് ബേർവർ, യഹിയ റഹീം, സഫാവി തുടങ്ങിയ മുതിർന്ന സൈനിക കമാൻഡർമാരാണ് ഇപ്പോൾ ഇറാന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഇവരാരും കേവലം ഉദ്യോഗസ്ഥരല്ല, മറിച്ച് യുദ്ധതന്ത്രങ്ങളിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും അഗാധമായ അറിവുള്ളവർ കൂടിയാണ്. മുജ്തബ ഖമേനി എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത് എന്നതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28 നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്റെ പിതാവിനൊപ്പം പരിക്കേറ്റ അദ്ദേഹം നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെന്നും മുറിവുകൾ കാരണം മുഖത്ത് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. നിലവിലൊരു കൃത്രിമക്കാലിനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹം. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ എഴുതി തയ്യാറാക്കിയ കുറിപ്പുകളിലൂടെയാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ സന്ദേശങ്ങൾ അതീവ രഹസ്യമായി മനുഷ്യച്ചങ്ങലയിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും. ഇറാന്റെ ഈ അവസ്ഥയെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പരിഹസിച്ചത്. ഇറാൻ ജനതയ്ക്ക് പോലും തങ്ങളുടെ നേതാവ് ആരാണെന്നറിയില്ല എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ ചേരിതിരിവ് നടക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ എംബസി ഇതിന് ശക്തമായ മറുപടി നൽകി. അമേരിക്കയെ ആരാണ് ഭരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിയാണ് അവർ ട്രംപിനെ നേരിട്ടത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും രാജ്യം ഒറ്റക്കെട്ടാണെന്നും വിള്ളലുകളില്ലെന്നും ആവർത്തിച്ചു വ്യക്തമാക്കി. ശത്രുക്കൾ ഇറാനെ തെറ്റായി വിലയിരുത്തുകയാണെന്നാണ് ഭരണകൂടത്തിന്റെ വാദം. ഇറാന്റെ ഭരണം ഇപ്പോൾ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു കൂട്ടം ജനറൽമാർ ചേർന്ന് ആലോചിച്ചെടുക്കുന്നു. യുദ്ധതന്ത്രങ്ങൾ, ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര ചർച്ചകൾ എന്നിവയിലെല്ലാം ഇവരുടെ കൂട്ടായ തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഈ സംവിധാനം ഇറാനെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു. ഒരു വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ കിട്ടുന്ന വ്യക്തത ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലില്ല. സൈനിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇത്തരമൊരു സംവിധാനവുമായി ചർച്ചകൾ നടത്തുക എന്നത് ലോകരാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുന്നതിന്റെ പ്രധാന കാരണം പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളാണെന്ന് പറയപ്പെടുന്നു. പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സമാധാനവാദികളും സൈനിക വിഭാഗവും തമ്മിലുള്ള വിയോജിപ്പുകൾ കാരണം പല ചർച്ചകളും അവസാന നിമിഷം മാറ്റിവെക്കേണ്ടതായി വന്നു. ഹോർമോസ് കടലിടുക്കിലെ അമേരിക്കൻ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി സൈന്യം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. നയതന്ത്രജ്ഞരെക്കാൾ ഉപരി സൈനിക മേധാവികൾക്ക് മുൻഗണന ലഭിക്കുന്നത് ഇറാന്റെ വിദേശ നയത്തെ കൂടുതൽ കർക്കശമാക്കുകയാണ്. ഇറാന്റെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിൽ അമേരിക്കൻ നാവികസേന ശക്തമായ നിരീക്ഷണം നടത്തുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ തെളിയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാറഡ് കുഷ്നർ എന്നിവരും അവിടെ എത്തിയേക്കാം. എന്നാൽ ഈ ചർച്ചകൾ വിജയത്തിലെത്തുമോ എന്ന് കണ്ടറിയണം. ഉപരോധങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ഇന്ന് ഒരു വലിയ മാറ്റത്തിന്റെ നടുവിലാണ്.
ഒരു പരമോന്നത നേതാവിന്റെ തണലിൽ നിന്ന് ജനറൽമാരുടെ കൂട്ടായ തീരുമാനങ്ങളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ലോക ഭൂപടത്തിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കും. മുറിവേറ്റ നേതാവ് നിഴലിൽ മറഞ്ഞിരിക്കുമ്പോൾ സൈനിക ശക്തികൾ ഇറാന്റെ വിധി എഴുതുകയാണ്. ഈ 9ാം വാരം ഇറാന്റെ ചരിത്രത്തിൽ നിർണായകമാണ്. സമാധാനത്തിലേക്കോ അതോ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കോ ഉള്ള വഴി ഇസ്ലാമാബാദിലെ ചർച്ചകൾ തീരുമാനിക്കും. ആരാണ് യഥാർത്ഥത്തിൽ ഇറാനെ നയിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ ലോകം. ആ നിഗൂഢത ഇറാനെ കൂടുതൽ ശക്തമാക്കുമോ അതോ തകർക്കുമോ എന്നത് കാലം തെളിയിക്കും.